നമസ്കാരം. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഭാഷകളെക്കുറിച്ച് ഉയർത്തിയ പരാമർശം രാജ്യത്ത് വലിയ വിവാദത്തിന് തിരികൊളുത്തിയിരുന്നു. ഇപ്പോൾ പെട്ടെന്ന് മലക്കം മറിഞ്ഞ് തന്റെ അഭിപ്രായം അമിത് ഷാ മയപ്പെടുത്തിയിരിക്കുകയാണ്. വിശദാംശങ്ങളൊന്ന് പരിശോധിക്കാം. ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവർ ലജ്ജിക്കുന്ന കാലം വരും എന്ന പരാമർശമാണ് വലിയ ചർച്ചയ്ക്ക് ഇടവരുത്തിയത്. ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഹിന്ദി എല്ലാ ഇന്ത്യൻ ഭാഷകളുമായും സൗഹൃദത്തിലാണ്. രാജ്യത്ത് ഒരു വിദേശ ഭാഷയ്ക്ക് നേരെയും എതിർപ്പ് ഉണ്ടാകരുത്. എല്ലാ സംസ്ഥാന സർക്കാരുകളും മെഡിക്കൽ, എഞ്ചിനീയറിംഗ് വിദ്യാഭ്യാസം പ്രാദേശിക ഭാഷയിൽ നൽകുന്നതിന് മുൻകൈയെടുക്കണം. ഭരണകാര്യങ്ങൾ നിർവഹിക്കുവാൻ ഇന്ത്യൻ ഭാഷകൾ ഉപയോഗിക്കുന്നതിന് കേന്ദ്രം സംസ്ഥാന സർക്കാരുകളെ സഹായിക്കും. ഒരു ഇന്ത്യൻ ഭാഷയെയും എതിർക്കുവാൻ ഹിന്ദിക്ക് കഴിയില്ലെന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ്. ഹിന്ദിക്കും മറ്റ് ഇന്ത്യൻ ഭാഷകൾക്കും രാജ്യത്തിൻ്റെ സംസ്കാരത്തിൽ വലിയ പങ്കുണ്ട്. അടിമത്ത മനോഭാവത്തിൽ നിന്ന് എല്ലാവരും മുക്തി നേടണം. സ്വന്തം ഭാഷയിൽ സംസാരിക്കുവാനും ചിന്തിക്കുവാനുമുള്ള പ്രേരണ ഉണ്ടാവണം. രാജ്യത്തെ സംബന്ധിച്ച് ഭാഷ ആശയവിനിമയത്തിനുള്ള മാധ്യമം മാത്രമല്ല, അതൊരു രാഷ്ട്രത്തിൻ്റെ ആത്മാവാണ്. ഇന്ത്യൻ ഭാഷകളെ സജീവമായി നിലനിർത്തുകയും അവയെ സമ്പന്നമാക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണ്. ഹിന്ദിയും മറ്റ് ഇന്ത്യൻ ഭാഷകളും ഒരുമിച്ച് നിന്നാൽ രാജ്യത്തിൻ്റെ സാംസ്കാരിക രംഗം ആത്മാഭിമാനത്തോടെ മുന്നേറും. നമ്മുടെ സംസ്കാരവും ചരിത്രവും മതവും മനസ്സിലാക്കുവാൻ വിദേശ ഭാഷകൾ കൊണ്ട് സാധ്യമല്ല. ആത്മാഭിമാനത്തോടെ നമ്മൾ സ്വന്തം ഭാഷകളിൽ രാജ്യം ഭരിക്കും, ലോകത്തെയും നയിക്കും. ഇതൊക്കെയായിരുന്നു അമിത് ഷായുടെ പരാമർശങ്ങൾ. ഹിന്ദി അടിച്ചേൽപ്പിക്കുവാനുള്ള തന്ത്രമാണ് ഇതെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിനും നേരത്തെ വിമർശിച്ചിരുന്നു. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ ഫോർമുലയിലൂടെ കേന്ദ്രം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതായി നിരവധി സംസ്ഥാന സർക്കാരുകളും പ്രാദേശിക പാർട്ടികളും ആരോപിച്ച സാഹചര്യത്തിലാണ് അമിത് ഷായുടെ പരാമർശം വന്നിരിക്കുന്നത്. 1 മുതൽ 5 വരെ ത്രിഭാഷ, അതായത് 3 ഭാഷകൾ, അതിൽ ഹിന്ദിയും പെടും, സ്വീകരിക്കുവാനുള്ള മഹാരാഷ്ട്ര സർക്കാരിൻ്റെ തീരുമാനത്തിനെതിരെ മറാത്തി ഗ്രൂപ്പുകളിൽ നിന്നും വിമർശനം ഉയർന്നിരുന്നു. തമിഴ്നാട്, കർണാടക തുടങ്ങിയ ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനങ്ങൾ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെതിരെ പ്രതിഷേധങ്ങൾ നേരിട്ടു. ത്രിഭാഷാ ഫോർമുലയെ തമിഴ്നാട് ശക്തമായി തന്നെ എതിർക്കുകയാണ്. ഇതിലൂടെ തമിഴ്നാട്ടിൽ പിൻവാതിലിലൂടെ ഹിന്ദിയെ കൊണ്ടുവരുവാനുള്ള തന്ത്രമാണെന്നും അവർ ആരോപിക്കുന്നു. എന്നാൽ കേന്ദ്ര സർക്കാർ ഈ അവകാശവാദങ്ങളെ ആവർത്തിച്ച് നിരാകരിക്കുകയാണ്. ഇപ്പോൾ നിലപാട് മാറ്റി എല്ലാ ഇന്ത്യൻ ഭാഷകളെയും പ്രോത്സാഹിപ്പിക്കുന്നതിലാണ് ശ്രദ്ധിക്കുന്നതെന്നാണ് സർക്കാരിൻ്റെ നയം. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ ഫോർമുലയെ ഹിന്ദി കൊളോണിയലിസം എന്നാണ് തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ വിശേഷിപ്പിച്ചത്. മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയുടെ ശിവസേന വിഭാഗം നയിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ കേന്ദ്ര സർക്കാർ സംസ്ഥാനത്തെ ഹിന്ദിഫൈ ചെയ്യുവാൻ ശ്രമിക്കുന്നുവെന്ന് ആരോപിച്ചു. ഡിസംബർ മാസം മുതൽ മുഖ്യമന്ത്രിമാരുമായും MPമാരുമായും പൊതുജനങ്ങളുമായും അതാത് പ്രാദേശിക ഭാഷകളിൽ ആശയവിനിമയം നടത്തുമെന്നും പ്രഖ്യാപിച്ചിരിക്കുകയാണ്. രാജ്യസഭയിൽ ഈ വിഷയത്തിൽ ശക്തിയേറിയ വാഗ്വാദങ്ങളും നടന്നിരുന്നു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നതിനെക്കുറിച്ച് MDMK അംഗം വൈക്കോയും CPMൻ്റെ ജോൺ ബ്രിട്ടാസും ആശങ്കകൾ ഉന്നയിച്ചു. ഭാഷാ വിഷയം ഒരു രാഷ്ട്രീയ ഉപകരണമായി ഉപയോഗിക്കുന്ന പ്രതിപക്ഷത്തിനെ ഷാ വിമർശിക്കുകയാണ്. തങ്ങളുടെ അഴിമതി മറച്ചുവെക്കാൻ ഭാഷയുടെ പേരിൽ ശ്രമം നടത്തുകയാണെന്നും ഏതെങ്കിലും ഒരു ഭാഷയ്ക്കെതിരെ നമുക്ക് എങ്ങനെ പോകാനാകുമെന്നും ഞാൻ ഗുജറാത്തിൽ നിന്നും നിർമ്മല സീതാരാമൻ തമിഴ്നാട്ടിൽ നിന്നും വരുന്നതാണെന്നും അമിത് ഷാ രാജ്യസഭയിൽ മറുപടി നൽകി. ദേശീയ വിദ്യാഭ്യാസ നയത്തിലെ ത്രിഭാഷാ ഫോർമുല തുടക്കം മുതൽ തന്നെ ശക്തമായ എതിർപ്പ് നേരിടുകയാണ്. ഇന്ത്യയുടെ രാഷ്ട്രഭാഷ ഏതെന്ന് ചോദിച്ചാൽ പൊതുവെ ഹിന്ദി എന്ന് ഉത്തരം വരുമെങ്കിലും ഇന്ത്യയിലെമ്പാടും പൊതു ആശയവിനിമയത്തിനായി ഹിന്ദി ഉപയോഗിക്കപ്പെടുന്നില്ല, പ്രത്യേകിച്ച് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ. ഭാഷയുടെ പ്രശ്നം തന്നെയാണ് ഇന്ത്യയൊട്ടുക്ക് നിറഞ്ഞു നിൽക്കുവാൻ കേന്ദ്രത്തിന് സാധിക്കാത്തതിന് പ്രധാന കാരണവും. ഭാഷാ പ്രശ്നം വളരെ ദീർഘവീക്ഷണത്തോടെയുള്ള രാഷ്ട്രീയ നീക്കമാണെന്നും വ്യാഖ്യാനിക്കാം. നമ്മുടെ കൊച്ചു കേരളത്തിൽ പോലും 6 മലയാളിക്ക് 100 മലയാളം എന്ന അവസ്ഥയാണ്. ഹിന്ദിയെ ആലങ്കാരികമായി പഠനത്തിനായി ഉപയോഗിക്കുന്നതിനപ്പുറം പൊതുഭാഷയായി ഇന്ത്യയിലെമ്പാടും പ്രചരിച്ചിട്ടില്ല. ആ അവസ്ഥയിൽ ഇന്ത്യയിൽ പൊതുവായ ഭാഷയായി ഹിന്ദിയിലൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുവാനുള്ള ശ്രമത്തിന് അതിശക്തമായ എതിർപ്പ് കേന്ദ്ര സർക്കാർ അവർ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നിന്നു തന്നെ നേരിടേണ്ടി വന്നിരിക്കുകയാണ്. ഇംഗ്ലീഷ് ഭാഷ എന്നത് ഒരു ജീവനോപാധിയായി മാറ്റിയിരിക്കുന്ന കാലത്ത്
അത് അത്ര പെട്ടെന്നൊന്നും മാറ്റാനും കഴിയില്ല. മക്കൾ ഇംഗ്ലീഷിൽ സംസാരിക്കുന്നത് കേൾക്കാനായി ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിക്കുന്ന മാതാപിതാക്കളുടെ ലോകമാണിത്. അവിടേക്ക് ഹിന്ദി പ്രചരിപ്പിക്കുവാനായി സ്വാതന്ത്ര്യം ലഭിച്ച കാലം മുതൽ തന്നെ പല സംരംഭങ്ങൾ നടന്നിരുന്നു. മലയാളികൾക്ക് കേരള ഹിന്ദി പ്രചാരസഭ, ദക്ഷിണ ഭാരത ഹിന്ദി പ്രചാരസഭ എന്നിങ്ങനെയുള്ള സംവിധാനങ്ങൾ പരിചയമാണെങ്കിലും അതിലൂടെ ഹിന്ദി വ്യാപകമായി സംസാര ഭാഷയാക്കുവാൻ കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും സംഗതി കൈപൊള്ളിയ സ്ഥിതിക്ക് അല്പം മയപ്പെടുത്തി അമിത്ഷാജി കാര്യങ്ങളെ വിശദീകരിക്കുകയാണ്. ഇത് എത്രത്തോളം ഫലവത്താകും എന്നതും വരും നാളുകളിൽ കണ്ടറിയാം. മറ്റൊരു വാർത്താവിശേഷവുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം.